നാടുണർത്താൻ നവകേരള മാർച്ച്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള മാർച്ച് ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് ഉപ്പളയിൽ പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. ഫെബ്രുവരി 14-ന് തിരുവനന്തപുരത്ത് മാർച്ച് സമാപിക്കും. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന സന്ദേശവുമായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നവകേരള യാത്രയ്ക്ക് ഇന്ന് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ഉപ്പളയിൽ തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ പ്രചാരണം പൂർത്തിയാക്കി നാളെ വൈകിട്ട് മാർച്ച് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. നവകേരള മാർച്ചിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിത മേഖലകളിൽ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പര്യടനം ജനശ്രദ്ധ നേടി. CPIM പ്രവർത്തകർക്കൊപ്പം ബഹുജനങ്ങളിലാകെ മാർച്ചിന്റെ സന്ദേശം ഇതിനകം എത്തിക്കഴിഞ്ഞു. നാടിന്റെ ജനകീയ പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും മാർച്ചിന് അനുബന്ധമായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളും സംഘടനാ നേതാക്കളുമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പിണറായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത്തരം ചർച്ചകളിൽ ഉയർന്നുവരുന്ന പൊതു സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം മാർച്ചിൽ ചർച്ച ചെയ്യപ്പെടും. നാടിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പ്രചാരണമാണ് നവകേരള മാർച്ചിൽ നിറഞ്ഞു നിൽക്കുക. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രത്തിൽ വീതമാണ് സ്വീകരണം. ഈ കേന്ദ്രങ്ങളിൽ 10,000-ലേറെ ബഹുജനങ്ങൾ മാർച്ചിനെ വരവേൽക്കും. മാർച്ചിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഉപ്പളയും കാസർഗോഡ് ജില്ലയിലെ സ്വീകരണ കേന്ദ്രങ്ങളും ചുവപ്പ് പട്ടണങ്ങളായി മാറിയിട്ടുണ്ട്. മാർച്ച് ഇന്ന് സമാപിക്കുന്നത് കാസർഗോഡ് നഗരത്തിലാണ്. പിണറായിക്ക് പുറമെ MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MPമാരായ MB രാജേഷ്, PK ബിജു, A സമ്പത്ത്, KT ജലീൽ MLA തുടങ്ങിയവരും ജാഥ അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.